ഹായ് ഫ്രണ്ട്സ്, അജിന്ത്യ പ്രസ ഫാമിലി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നല്ല മുരിങ്ങയിലും പയറും കൂടെ എരിശ്ശേരി വെച്ചതാണ് കേട്ടോ. നമ്മൾ എരിശ്ശേരി കൂട്ട് സാധാരണ എരിശ്ശേരി വെക്കുന്ന പോലെ തന്നെ ഇത് മീൻ വറുത്തു. ഞാൻ ചാളമീൻ വറുത്തു. ചാളമീൻ വറുത്തതിന് ശേഷം മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി എല്ലാ സകല സംഭവങ്ങളും ചേർത്തതിന് ശേഷം ബാക്കി വന്ന എണ്ണയിൽ ഞാൻ ചക്കക്കുരു കാച്ചിയെടുത്തു. അടിപൊളി ചക്കക്കുരുവാണ്. ചക്കക്കുരു നല്ല ടേസ്റ്റ് ആണല്ലോ. പിന്നെ സുട ആവി പറക്കുന്ന നമ്മളുടെ ചോറ് ഇവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ ചേട്ടൻ നല്ല ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. ഓറഞ്ച്, പൈനാപ്പിൾ, പേരക്ക, പഴം ഇതൊക്കെ മേടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ വീട്ടിൽ മാങ്ങയൊക്കെ വീണ് തുടങ്ങി. ചെറുതായിട്ട് പഴുക്കണുണ്ടോ എന്ന് സംശയം, പഴുത്ത് വീഴുന്നുണ്ട്. അപ്പം ഇങ്ങനെ ഇന്നത്തെ ഈ വിഭവസമൃദ്ധമായ സദ്യ എന്ന് പറയുന്ന പോലെ ഇത് ഒത്തിരി വിഭവങ്ങളൊക്കെ ഒരുക്കിയായിട്ട് പറഞ്ഞു വയ്ക്കുന്ന ആദ്യത്തെ ഒരു ഇതിൽ തന്നെയാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ആരംഭിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് അത്യാവശ്യം കുറച്ച് പണികളൊക്കെ ഉണ്ട്. അപ്പം ഇങ്ങനെ വീഡിയോ ഇങ്ങനെ പോവുകയാണ്. നമ്മൾ ആ വീഡിയോയിലേക്ക് പോകാം കേട്ടോ. അപ്പം എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വിളക്ക് വയ്ക്കാനുള്ള പരിപാടിയാണ്. നമുക്ക് 7 മണി ആവാറായി. അപ്പോൾ ഇന്ന് രാവിലത്തെ ഒന്നും നടന്നിട്ടില്ല. കാരണം ഞാൻ ചെയ്യുമ്പോൾ വീഡിയോ എടുക്കലും കൊണ്ടു നടക്കലൊക്കെ ഒന്നും പറ്റണില്ല. അപ്പോൾ ഞാൻ വിളക്ക് വയ്ക്കുമ്പോഴാണ് ഒന്ന് ഇരുന്നത്, ഒന്ന് ഫ്രീ ആയിട്ട്. ഭയങ്കര ചൂടായില്ലേ, നല്ല ചൂടാണ് കേട്ടോ. തൃശ്ശൂർ ഭയങ്കര ചൂടാണ്. 37 ഇപ്പോൾ ചേട്ടൻ വന്ന് പാവുന്നത്. ഭയങ്കര ചൂടായിട്ടുണ്ട്, പുറത്തിറങ്ങാൻ പറ്റണില്ല. ചൂട്ടാവി ഇങ്ങനെ എടുത്ത് പൊങ്ങിയിട്ട്. അപ്പോൾ പിന്നെ ഇപ്പോഴാണ് ഞാനൊന്ന് ഇരിക്കണത്. അപ്പോൾ ഏട്ടൻ വന്നിട്ട് പിന്നെ വിളക്ക് കൊളുത്തും. എനിക്ക് ആ വിളക്ക് കൊളുത്തുമ്പോഴത്തെ ആ ചൂടൊന്നും എനിക്ക് സഹിക്കാൻ പറ്റണില്ല. അപ്പോൾ ആ കാരണം കുറച്ച് ഇപ്പം ചേട്ടൻ വരുമ്പോഴൊക്കെ ചേട്ടൻ തന്നെ വിളക്ക് കൊളുത്തും, അല്ലെന്ന് വെച്ചാൽ ഞാൻ വിളക്ക് കൊളുത്തും. അപ്പോൾ പിന്നെ ലക്ഷ്മി വിളക്കും എല്ലാം വിളക്കും ദിവസവും കൊളുത്താറുണ്ട്. അപ്പോൾ പൂവൊക്കെ പൊടിച്ചോണെന്ന് വെച്ചിട്ട് നമ്മുടെ മുല്ലപ്പൂവും തുളസിയിലൊക്കെ പൊട്ടിച്ച് റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ തന്നെ. ചേട്ടൻ വരുമ്പോഴേക്കൊക്കെ എല്ലാ കാര്യങ്ങളും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അങ്ങ് വിളക്ക് കൊളുത്തുക, നാമം ചൊല്ലുക, ഇനി ഡിന്നർ ഒക്കെ കഴിക്കുക, അത്രയൊക്കെ തന്നെ ഓരോരോ വിശേഷങ്ങൾ കേട്ടോ. ഓം ശുഭം ഭവന്തു കല്യാണം ആയുരാരോഗ്യവർദ്ധനം മമ ദുഃഖ വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. ദേവകീ സുതഗോവിന്ദ വാസുദേവ ജഗൽപതേ ദേഹി മേ തനയം കൃഷ്ണ ത്വാമഹം ശരണം ഗതഃ. ചക്കക്കുരു നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ്. നാളേക്കുള്ള വിഭവങ്ങൾ ഒരുക്കണ്ടേ. അപ്പം അതിന് വേണ്ടി നമ്മൾ പറയില്ലേ, ഡെയിലി ചക്ക കഴിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ചക്കക്കുരു ചാറുകറി വയ്ക്കുമ്പോൾ നമ്മൾ കുറച്ച് കനത്തിൽ തന്നെ നുറുക്കണതായിരിക്കും ഏറ്റവും നല്ലത്. ഉപ്പേരി വയ്ക്കുമ്പോൾ കുറച്ച് കനം കുറഞ്ഞാലും കുഴപ്പമില്ല. പക്ഷെ നമുക്ക് ചാറ് വയ്ക്കുമ്പോൾ ഇത്തിരി കനത്തിൽ നുറുക്കണതാണ് നമുക്ക് നല്ലത്. അപ്പോൾ അതൊരു കടിക്കാനൊക്കെ കിട്ടും. ഇതെന്ന് വെച്ചാൽ ഇത്തിരി ഉടയുന്ന ചക്കക്കുരു തന്നെയാണ്, ചക്കയായാലും ചക്കക്കുരു ആയാലൊക്കെ. അപ്പോൾ ഞാൻ കുറച്ച് ഇങ്ങനെ നന്നാക്കി ബാക്കി 2 പാത്രം കൊണ്ട് വെച്ചിരിക്കുക. ബാക്കി വരികയാണെന്ന് വെച്ചാൽ നമുക്ക് ചിക്കൻ ഇതിലേക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാമല്ലോ. നേരം ചിക്കൻ എന്നുള്ളൊരു വർത്തമാനമുള്ളൂ എനിക്ക്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യാം വിചാരിച്ചു. മസാലക്കറി വയ്ക്കുമ്പോൾ വട്ടത്തിലാട്ടോ നുറുക്കാം, ഇങ്ങനെ നീളത്തിലല്ല മസാല. ഇത് പിന്നെ എളുപ്പമാണ്. ഇതുകൊണ്ട് ഇത്തിരി ഇവിടുത്തെ ചക്കക്കുരു നന്നാക്കി എളുപ്പമാണ്. തൊലി പെട്ടെന്ന് പൊളിഞ്ഞങ്ങോട്ട് കിട്ടും നമുക്ക്. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടുത്തെ ചക്കക്കുരു നന്നാക്കാനായിട്ട്. ചില ചക്കക്കുരു ഇങ്ങനെ ഭയങ്കര പാടല്ലേ. ഇത് ഉണങ്ങി കഴിഞ്ഞപ്പോൾ നല്ല രസമായി. അപ്പം ഞാനിതൊന്ന് ഫ്രിഡ്ജിൽ ജസ്റ്റ് ഒന്ന് വേവിച്ച് കഴിഞ്ഞാലേ നമുക്ക് കുക്കറിൽ കുറച്ച് വേവിച്ച് കഴിഞ്ഞാൽ ഇത് എന്താണെന്നറിയില്ലടോ, അക്കത്തിന് ഒരു മന്നപ്പും ഒരു കാര്യങ്ങളൊക്കെ ഉണ്ട് എനിക്ക്. ഒക്കെ റെഡിയാക്കി എടുക്കണം നമുക്ക്. കുറേ പണികളുണ്ട്. വിഷുവാണ് വരാൻ പോണത്. മാറാല തട്ടണം, പിന്നെ കുറേ മാറാല തട്ടണം. പിന്നെ ജനാലകൾ അന്ന് നമ്മളൊരു ദിവസം തുടച്ചില്ലേ, അന്ന് തുടച്ച് വെച്ചിരിക്കണതാണ്. ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് തുടയ്ക്കണം. അല്ലെങ്കിൽ ഒരു ഫ്രഷ്നെസ്, വീടിനൊരു ഇതുണ്ടാവില്ല. പെയിൻ്റ് അടിക്കാത്ത വീട്, പഴയ വീടല്ലേ. അപ്പോൾ നമ്മളെപ്പോഴും ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കണം, എന്നാലേ അതിനൊരു ഭംഗിയൊക്കെ കിട്ടുള്ളൂ. അകത്തേക്ക് കയറി വരുമ്പോൾ തന്നെ നമുക്കൊരു സമാധാനം വേണ്ടേ. അപ്പം അതിന് വേണ്ടി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തുടച്ചൊക്കെ റെഡിയാക്കി വെക്കും. ഇപ്പം ഞാൻ എന്താ ചെയ്യുന്നത്, രാത്രിയിലാടോ അടിക്കലും തുടക്കലൊക്കെ ചെയ്യുന്നത്. അടിച്ചു വാരിയിടും രാവിലെ.
വൈകിട്ട് തുടയ്ക്കും. എന്താ വെച്ചാൽ അപ്പോൾ ഒരു രാവിലെ നേരത്തെ എണീറ്റ് വരുമ്പോൾ നമുക്ക് നല്ല സുഖമായിരിക്കും. പിന്നെ എന്നിട്ട് അതൊക്കെ കഴിഞ്ഞ് നമ്മൾ കുളിച്ച് കിടക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു പോളിസി. രസം അത്. ഇന്ന് ഞാൻ ഇന്ന് ഞാൻ ചോറ് കൊണ്ടില്ല, ഏട്ടന് മാത്രം കുറച്ച് കഞ്ഞി വെച്ചു. രാവിലെ മീൻ വറുത്തതൊക്കെ കൂട്ടി ഏട്ടൻ കഴിച്ചോട്ടെ കഞ്ഞി എന്ന് വിചാരിച്ചിട്ടാണ് ഇരിക്കണത് കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ വേറൊരു സംഭവം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഒരു സാലഡ് പോലെയൊക്കെ. അത് കാണിക്കാം കേട്ടോ നിങ്ങളെ. ഞാനത് ചെയ്യുന്ന സമയത്തൊക്കെ മറക്കാണ്, വീഡിയോ എടുക്കാനൊക്കെ ആയിട്ടുള്ള ഒരു മറവിയൊക്കെ വന്നിട്ടുണ്ട്. ഈ ചൂടൊക്കെ കാരണേ നമ്മൾ സത്യം പറയാലോ നല്ല ഡ്രസ്സൊന്നും അല്ല ഇട്ടിട്ട് ഇരിക്കുന്നുണ്ടാവുക. അപ്പോൾ നമ്മൾ ആ വീഡിയോ എടുക്കാൻ വേണ്ടി വേറെ പുതിയ ഡ്രസ്സ് ഇട്ടിട്ട് നല്ലതൊക്കെ ഇട്ടിട്ട് അങ്ങനെയൊക്കെ ഇരിക്കണ്ടേന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പം നമുക്കിനി ഇത് നന്നാക്കി കഴിഞ്ഞതിന് ശേഷം സാലഡൊക്കെ കാണേ. പൊന്നുമക്കളെ, ഞാൻ എന്താ പിറ്റേ ദിവസം മീൻകറി വെച്ചതാണ് കേട്ടോ. ഇരുമ്പാമ്പുളി ഇട്ടിട്ട് ചാള മീൻകറി വെച്ചതാണേ. ഉറങ്ങിപ്പോയി. ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ദിവസമായിട്ട് ഭയങ്കര ക്ഷീണവും കാര്യങ്ങളാണ്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഏട്ടന് പാത്രത്തിൽ കൂട്ടാനാക്കാനുള്ള പാത്രം ആക്കി കൊണ്ടുവന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതാ മീൻകറി വെച്ചു കേട്ടോ. ചാള മീൻകറി സൂപ്പർ സൂപ്പറായിട്ടില്ലേ. ഇതാണ് എൻ്റെ അമ്മമ്മ വെക്കുന്ന ടേസ്റ്റിലുള്ള ഒരു ചാള കൂട്ടാനാണ് കേട്ടോ ഞാൻ വെച്ചിരിക്കണത്. പിന്നെ ഞാൻ നമ്മുടെ ചക്കക്കുരു തീരണ വരെ ചക്കക്കുരു മുരിങ്ങയിലും കൂടിയിട്ടാണ് ഞാൻ കറി വെച്ചത്. ചക്കയൊക്കെ നന്നാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്, ഫ്രീസറിലേക്ക് വെച്ചിട്ടുണ്ട്. ആവശ്യാനുസരണം നമുക്ക് യൂസ് ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ. അങ്ങനെ ചക്കക്കുരു ഉപ്പേരിയൊക്കെ ഉണ്ടാക്കിയത്. ഞാൻ ഇനി മീൻകറി ഉണ്ടാക്കിയ ഇത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ. ഇരുമ്പാമ്പുളി 2 കഷ്ണമായിട്ട് നുറുക്കിയിട്ട് നീളനെ നുറുക്കുക. പിന്നെ നമ്മുടെ ചാള അതിൽ വെക്കുക. പിന്നെ ഉള്ളി ഇഞ്ചി നന്നാക്കിയിട്ട് അതും വെക്കുക. പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇത്തിരി മല്ലിപ്പൊടി ഇത്തിരി ചേർക്കാൻ പാടുള്ളൂ. മല്ലിപ്പൊടി ഒരുപാടൊന്നും ചേർക്കാൻ പാടില്ല, 1 ടീസ്പൂൺ എങ്ങാനും ചേർക്കാൻ, ഇത്തിരി കൊഴുപ്പ് കിട്ടാൻ വേണ്ടി മാത്രം. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ളത് നാളികേരമാണ്. നാളികേരത്തെ ഒരു നുള്ള് നമ്മുടെ കൈ കൊണ്ട് ഇങ്ങനെ ഒരു പിച്ചുമ്പോൾ വലിയ പിച്ച് വേണ്ട, കുഞ്ഞ് പിഞ്ച് നമ്മൾക്ക് പെരിഞ്ചീരകം ചേർക്കണം കേട്ടോ. അപ്പോൾ എന്നിട്ട് അരച്ചിട്ട് അങ്ങ് നമ്മുടെ ഈ ചാളയിലേക്ക് അങ്ങ് ഒരുമിച്ച് ചേർക്കണം. അപ്പം ചാളയും നാളികേരം അരച്ചതും ഇരുമ്പൻ പുളിയും മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, വെളിച്ചെണ്ണ ഇതെല്ലാം ചേർന്ന് അങ്ങ് തിളയ്ക്കണം. ഇങ്ങനെ 2 തള വരുമ്പോൾ ഇറക്കി വയ്ക്കുക. അപ്പോൾ ഈ ഇത്രയും അധികം വെള്ളം ഒഴിക്കാൻ പാടില്ല, ഇത്രയും കട്ടിക്ക് ഇങ്ങനെ വരും. അതിന് ശേഷം നമുക്ക് അതിലേക്ക് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഉള്ളി ഇട്ടിട്ട് ഇങ്ങനെ കാച്ചിടാം എന്ന് പറഞ്ഞിട്ട് അതൊക്കെ വരും. അത് നിങ്ങൾക്ക് ഞാൻ ഈ കറി ഉണ്ടാക്കുന്നത് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ ഈ വീഡിയോയിൽ ഞാൻ ഇങ്ങനെ കാണിക്കാം കേട്ടോ. നല്ല ടേസ്റ്റിയാണ് ചാളയും ഇരുമ്പാമ്പുളിയും നാടൻ കറിയാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളോട്ട് വിഭവങ്ങൾ. അജിന്ത്യ പ്രസാദ് ഫാമിലി വ്ളോഗ് സൈനിങ് ഓഫ്. ടാറ്റ, ബൈ ബൈ.